തൃണമൂൽ കോൺഗ്രസ് കട്ടയ്ക്ക് തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച. BJP നേതൃത്വത്തിന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴിതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ ബന്ധു കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ബംഗാളിലെ 3 BJP എംപിമാർ തന്നോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ആശയവിനിമയം നടത്തിയിരിക്കുന്നു, തങ്ങൾ BJPയിൽ നിന്നും വിട്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്, രാജിവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം 3 എംപിമാർ വിട്ടുനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അവർ 3 പേരും രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. BJPയിൽ നിൽക്കുന്നത് ഏറെ ദോഷകരമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ പോയിരിക്കുന്നു. ഈ കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ബംഗാളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് അഭിഷേക് ബാനർജി ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, BJPയുടെ എംപിമാർ വളരെ വൈകാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. നമുക്കറിയാം ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ അംഗസംഖ്യ 100 കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര MP കൂടി കോൺഗ്രസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൃത്യമായി കോൺഗ്രസിന്റെ ടാലി 13-ൽ നിന്ന് 14 ഉയരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബംഗാളിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ BJPക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അവർ 2026-ൽ സംസ്ഥാനത്ത് നിയമസഭാ ഭരണം പിടിച്ചെടുക്കും എന്ന വെല്ലുവിളിയുമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. അതായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30-ഓ അതിലധികമോ സീറ്റുകൾ വിജയിക്കുക, അതിനുശേഷം അതിശക്തമായ പോരാട്ടത്തിലൂടെ ബംഗാൾ പിടിച്ചെടുക്കുക, അതായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. എല്ലാം കാറ്റിൽ പറത്തി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അത്ര രസത്തിലല്ല. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു വിഷയമല്ല, തൃണമൂൽ കോൺഗ്രസിനെ കൃത്യമായും തോൽപ്പിക്കാൻ തങ്ങൾക്കാകും എന്ന അമിതാവേശത്തോടുകൂടിയാണ് ഇത്തവണ BJP നേതൃത്വം ഒറ്റക്കെട്ടായി ഇറങ്ങിയത്. പക്ഷേ ബംഗാളിൽ ചുവട് പിഴച്ചിരിക്കുന്നു. ബംഗാളിൽ രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ശത്രുഘ്നൻ സിൻഹ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിരുദ്ധതയൊന്നുമല്ല ബംഗാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബംഗാളിൽ BJP വിരുദ്ധത അങ്ങോളം ഇങ്ങോളം കണ്ടു തുടങ്ങിയിരിക്കുന്നു. BJP നിശ്ചയമായും ജയിക്കും എന്ന് കരുതിയ പല സ്ഥലങ്ങളും, കൂച്ച് ബിഹാർ അടക്കമുള്ള സ്ഥലങ്ങൾ തിരികെ പിടിച്ചുകൊണ്ട് തൃണമൂൽ ശക്തി കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ വലിയ വേറിട്ട ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യമല്ല, ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തേകുന്ന രീതിയിലുള്ള തീരുമാനം ബംഗാളിലെ BJP ഘടകം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. BJP നേതൃത്വത്തെ എങ്ങനെ സമ്മർദ്ദത്തിലാഴ്ത്താം എന്നുള്ളത് കൃത്യമായി തന്നെ BJPയിലെ നിരവധി നേതാക്കൾ ശ്രമിക്കുന്നു.